പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ ധന്യത്തിൽ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാത സമയത്തിനായി നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഫോക്കസ് ഓൺ ജീസസ് വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഒരു തിരുവചന സന്ദേശം പ്രഭാതത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന പ്രിയ അനീഷ് പാസ്റ്ററോടും കുടുംബത്തോടുമുള്ള പ്രത്യേകമായ നന്ദി ഇത്തരണത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഇന്നത്തെ തിരുവചന സന്ദേശം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്പസമയത്തെ ചിന്തിക്കാതരമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവചനം 41 അധ്യായം അതിന്റെ 10 വാക്യം. യെശയ്യാ പ്രവചനം 41 അധ്യായം അതിന്റെ 10 വാക്യം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന ഭാഗത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്കറിയാം, ഒരു പുതിയ പ്രഭാതത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്നലെ എന്തായിരുന്നു എന്നത് നമുക്ക് മാറ്റാൻ കഴിയില്ല. നാളെ എന്തായിരിക്കുമെന്നും നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ എന്നാൽ ഒരു കാര്യം നമുക്കറിയാം, ഇന്ന് നമ്മോട് കൂടെ ആരുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, എൻ്റെ കൂടെ ദൈവമുണ്ട്. ജീവിതത്തിൽ ചില പ്രഭാതങ്ങൾ നമ്മൾ സന്തോഷത്തോടെയാണ് ഓരോ ദിവസങ്ങളിലും ഉണരുന്നത്. എന്നാൽ ചില ദിവസങ്ങളിൽ കണ്ണു തുറക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ നമുക്ക് ഭാരമുണ്ടാകാറുണ്ട്. ഇന്ന് എന്താകും? ഈ പ്രശ്നം എങ്ങനെ നമ്മൾ പരിഹരിക്കും? എൻ്റെ കുടുംബത്തിന്റെ കാര്യം എന്താകും? എൻ്റെ ഭാവി എങ്ങനെയാകും? ഇങ്ങനെ പല ചോദ്യങ്ങൾ, പലതരത്തിലുള്ള പല നിലകളിലുമുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. എന്നാൽ അത്തരം ഒരു സന്ദർഭങ്ങളിലാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രയാസപ്പെട്ട് വേദനപ്പെട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന ആ വിഷമങ്ങളുടെ നടുവിൽ കർത്താവ് നമ്മോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിനും, ഒരു പ്രശ്നം നമ്മുടെ നടുവിൽ കടന്നു വന്നാലും നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. ബൈബിളിലേക്ക് നാം കണ്ണോടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ബൈബിളിൽ ദൈവത്തിന്റെ മക്കൾക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ സ്ഥാനങ്ങളിലൊക്കെയും അവർ ദൈവത്തിൽ ആശ്രയിച്ച് ഭയപ്പെടാതെ മുറുകെ പിടിച്ച് നിന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, ദാനിയേലിനെ ചിന്തിക്കുവാണെങ്കിൽ ദാനിയേൽ സിംഹക്കുഴിയിലായിരുന്നു. ആ സ്ഥാനത്തും താൻ ഭയപ്പെട്ടില്ല. അതുപോലെ തന്നെ 3 യുവാക്കളെ നമുക്കറിയാം, ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ 3 യുവാക്കളെ നമുക്കറിയാം. അവരും തീച്ചൂളയിലായിരുന്നു. പക്ഷെ ആ തീച്ചൂളയും അവർ ഭയപ്പെട്ടു പോയില്ല. നമുക്ക് മറ്റൊരു വ്യക്തിയെ കൂടെ കാണാം. ദാവീദിനെ കുറിച്ച് ചിന്തിച്ചാൽ, ദാവീദ് ഗോല്യാത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ആ സന്ദർഭത്തിലും തന്നെക്കാൾ ശക്തനായ ഒരു അതായത് തന്നെക്കാൾ ശക്തനായ ഒരു മല്ലൻ തനിക്ക് മുന്നിൽ നിന്ന് തന്നോട് എതിർവാക്കുകൾ പറയുമ്പോഴും ദൈവത്തെ നിന്ദിച്ച് സംസാരിക്കുന്ന സമയത്തും ദാവീദ് ഗോല്യാത്തിന്റെ മുന്നിൽ താൻ ഭയപ്പെട്ടു പോയില്ല. മോശ ചെങ്കടലിന്റെ മുന്നിൽ നിന്നപ്പോഴും താനും ഭയപ്പെട്ടു പോയില്ല എന്ന് തിരുവചന ഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അവരുടെ സാഹചര്യങ്ങൾക്കപ്പുറം ഒരു സത്യമുണ്ടായിരുന്നു, ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദാനിയേലിനോടൊപ്പം ദൈവമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സിംഹങ്ങൾ അവനെ തിന്നുകളഞ്ഞില്ല. തീച്ചൂളയിൽ 3 പേരെ ഇട്ടപ്പോൾ 4-മനായി ഒരാൾ അവരോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ തീച്ചൂള വന്നാലും, പൊട്ടക്കുഴിയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വന്നാലും, സഹോദരങ്ങൾ തള്ളിപ്പറയുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മോടൊപ്പം ദൈവമുണ്ട്. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ എത്ര പേർക്ക് എന്നോടൊപ്പം ചേർന്ന് പറയുവാനായിട്ട് സാധിക്കും, എന്തെല്ലാം പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ നേരിട്ടാലും, എന്തെല്ലാം വേദനകൾ എൻ്റെ മുന്നിൽ കടന്നു വന്നാലും, ആരെല്ലാം എന്നെ തള്ളിക്കളഞ്ഞാലും ഞാൻ ഭയപ്പെടില്ല, ഞാൻ നിരാശപ്പെടില്ല. കാരണം എന്നോടൊപ്പം ദൈവമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ വഴിയെല്ലാം നമുക്ക് പലപ്പോഴും പെട്ടെന്ന് നമുക്കൊരു വഴി തെളിഞ്ഞു വരാത്ത സാഹചര്യങ്ങളുടെ നടുവിലും നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. മുന്നിലോട്ടിനി എങ്ങനെ ചുവട് വെച്ച് നടക്കുമെന്ന് അറിയാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ദൈവത്തിന് എല്ലാം അറിയാം. ചിലപ്പോൾ നമ്മുടെ മുന്നിലുള്ള വഴി നമുക്ക് കാണാൻ കഴിയില്ലായിരിക്കും. ഇരുട്ടിലൊരു ചെറിയ ദൂരം മാത്രം കാണുന്നത് പോലെ, അല്ലെങ്കിൽ ജീവിതത്തിൽ അടുത്ത ചുവട് മാത്രം നമുക്ക് കാണാൻ കഴിയുന്നൊരു അവസ്ഥകളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. ഒരു പാട്ടുകാരൻ ഇപ്രകാരം പാടി, മുന്നിലൊരു ചുവട്
മാത്രമീടെ കാണുന്നു ഞാൻ, ആയതു മതി എനിക്ക്, ശേഷമെല്ലാം ദൈവഗീതം. നമുക്കറിയാം, നമുക്ക് എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കാത്ത പല കാര്യങ്ങൾക്കും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് എല്ലാം മനസ്സിലായതിനു ശേഷം വിശ്വസിക്കാം എന്ന് നാം ഒരിക്കലും പറയരുത്. മനസ്സിലാക്കാത്തപ്പോഴും വിശ്വസിക്കുകയാണ് വിശ്വാസം എന്ന് പറയുന്നത്. സദൃശവാക്യം 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ഇന്നെല്ലാം മനസ്സിലാക്കണമെന്നില്ല, പക്ഷേ നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം. നമ്മുടെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവമുണ്ട് പ്രിയരെ. മറ്റുള്ളവർ കാണാത്ത കണ്ണുനീർ നമ്മുടെ ദൈവം കാണുന്നു. ആരും അറിയാത്ത വേദന നമ്മുടെ ദൈവം അറിയുന്നു. നമ്മൾ ആരോടും പറയാത്ത പ്രാർത്ഥന പോലും ദൈവം കേൾക്കുന്നുണ്ട്. നാം ഒരുപക്ഷെ നമ്മുടെ വേദനകൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ നാം ആരോടും പറയുന്നില്ലായിരിക്കാം. പക്ഷേ പലപ്പോഴും നമ്മുടെ കണ്ണുനീർ കൊണ്ട് നമ്മുടെ കട്ടിലിനെ നനയ്ക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. ആ സ്ഥാനത്തും ദൈവം പറയുകയാണ്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സങ്കീർത്തനം 56-ന്റെ 8-ാം വാക്യത്തിൽ ദാവീദ് ഇപ്രകാരം പറയുന്നു: എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ വെച്ചു കൊള്ളേണമേ, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ വെച്ചുകൊള്ളണം. എത്ര മനോഹരമായൊരു വചനമാണിത്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ കരയുന്നുണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ കണ്ണുനീർ വെറുതെയല്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ രാത്രിയിൽ കരഞ്ഞുകൊണ്ട് ഉറങ്ങിയിട്ടുണ്ടാകാം, പക്ഷേ ആ കണ്ണുനീർ ദൈവം കണ്ടിട്ടുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ കണ്ണുനീർ ദൈവം കണ്ടിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് മറുപടി ലഭിച്ചിട്ടില്ലെങ്കിലും ദൈവം നിങ്ങളെ മറന്നിട്ടില്ല. ഒരു നാൾ ദൈവം നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ മാനിക്കണമെങ്കിൽ നാം ഒരു കാര്യം ചിന്തിക്കണം. നമുക്ക് ഇന്നത്തെ ദിവസത്തെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാം. ഇന്ന് നമ്മുടെ മുന്നിൽ എന്താണെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ സന്തോഷം വരാം, പ്രതിസന്ധി വരാം, വിജയം വരാം, പരീക്ഷണങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ദിവസം ദൈവത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം പറയേണ്ട ഒരു കാര്യമുണ്ട്: കർത്താവേ, ഇന്നത്തെ ദിവസം അങ്ങയുടെ കൈകളിൽ സമർപ്പിക്കുന്നു. എൻ്റെ ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തികളെയും നടത്തണമേ. ഇങ്ങനെ ആയിരിക്കണം നാം ഓരോ ദിവസങ്ങളിലും പ്രഭാതത്തിൽ ഉണരുമ്പോൾ നമ്മുടെ അധരങ്ങളിൽ നിന്ന് വരേണ്ട വാക്കുകൾ. നമ്മുടെ പദ്ധതികൾക്ക് ദൈവത്തിന്റെ നടത്തിപ്പ് ലഭിക്കുമ്പോൾ ജീവിതത്തിനൊരു പുതിയ അർത്ഥം ലഭിക്കുകയാണ് ചെയ്യുന്നത്. അവസാനമായി ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കൊരു കാര്യം മാത്രം ഓർത്താൽ മതി: നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ കുടുംബത്തിൽ ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നിയാലും നമ്മെ മനസ്സിലാക്കുന്ന ഒരുവനുണ്ട്. നമ്മെ മനസ്സിലാക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ആരും മറുപടി നൽകുന്നില്ലെന്ന് തോന്നിയാലും നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ വഴി ഒരുപക്ഷെ അടഞ്ഞു പോയെന്ന് തോന്നിയാലും ദൈവത്തിന് പുതിയൊരു വഴി തുറക്കുവാൻ കഴിയും. ആമേൻ. മനുഷ്യർ പറയുന്നത് ഒരുപക്ഷെ ഇനിയൊന്നും നടക്കില്ല എന്നായിരിക്കാം, പക്ഷെ ദൈവം പറയുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. ആയതിനാൽ ആ പ്രത്യാശയിൽ ഉറച്ചു നിന്ന് നമുക്ക് ധൈര്യത്തോടെ ഓരോ ദിവസങ്ങളിലും മുന്നോട്ട് പോകാം. കാരണം നമ്മുടെ ശക്തി നമ്മുടെ കഴിവിലല്ല, നമ്മുടെ ശക്തി നമ്മോട് കൂടെയുള്ള ദൈവത്തിലാണ്. ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ മുന്നിൽ ഒന്ന് സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? കർത്താവേ, എനിക്കെല്ലാം അറിയില്ല, എൻ്റെ നാളെയും അറിയില്ല, പക്ഷേ അങ്ങ് എന്നോട് കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല എന്ന് എത്ര പേർക്ക് ഇന്ന് പ്രഭാതത്തിൽ പറയുവാനായിട്ട് സാധിക്കും? എൻ്റെ കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, എൻ്റെ ഭാവിയെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, എൻ്റെ പ്രശ്നങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, എൻ്റെ ഇന്നത്തെ ദിവസത്തെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ സമാധാനം ഉണ്ടാകട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ പ്രത്യാശ നിറയട്ടെ. നിങ്ങളുടെ ഓരോ ചുവടിലും ദൈവത്തിന്റെ നടത്തിപ്പുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.